പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. യുദ്ധത്തിനാകട്ടെ ഒരു അന്ത്യമില്ലാതെ തന്നെ എങ്ങും എത്താതെ വീണ്ടും ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടാണ് ഇവിടെ പുറത്തുവരുന്നത്. സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും പുതിയ സംഘർഷാവസ്ഥ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഹോർമൂസ് കടലെടുക്ക് കടക്കാൻ ശ്രമിച്ച 3 അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജായ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. മിസൈലുകളും ഡ്രോണുകളും ഗൺ ബോട്ടുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്നതാണ് ട്രംപ് ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. അതിവേഗം സമാധാന കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം അമേരിക്കയാണ് വെടിനിർത്തൽ ലംഘിച്ചതെന്ന ഗുരുതര ആരോപണം പോലും ഇറാൻ ഇവിടെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സമാധാന നീക്കങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച 14 ഇന സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന കാര്യം. ഇതിനിടെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇറാനെതിരായ പ്രമേയം വന്നാൽ ചൈനയും റഷ്യയും വീറ്റോ ചെയ്യാൻ ഇടയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ലോകം വീണ്ടും യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. അതേസമയം അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നും ഇറാന്റെ 2 കപ്പലുകളെ ആക്രമിച്ചതായും ഇറാൻ സൈന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അമേരിക്ക തെക്കൻ ഇറാനിലെ ജനവാസ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായും ഇറാൻ വ്യക്തമാക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുകയും ഇറാനെതിരായ നാവിക ഉപരോധമടക്കം പിൻവലിച്ചാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുകയുള്ളൂ എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ ഹോർമൂസിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ UN രക്ഷാസമിതിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന പ്രമേയത്തിന് അമേരിക്ക അവിടെ രാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയതായുള്ള വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. റഷ്യയും ചൈനയും പ്രമേയത്തെ വീറ്റോ ചെയ്യണമെന്നതാണ് റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ വെടിനിർത്തൽ കരാർ അവിടെ നിലനിൽക്കുമ്പോഴും തെക്കൻ ലെബനനിലേക്കുള്ള ഇസ്രയേലി ആക്രമണം തുടരുന്നതായും കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലടക്കം വലിയ രീതിയിൽ ബോംബിട്ട് ഇസ്രയേൽ അവിടെ മുഴുവനായി തന്നെ തകർത്ത് തരിപ്പണമാക്കിയതായും തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.